നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പി ആൻഡ് ക്യൂ ബി ദ പോയിന്റ്സ് ഓൺ ദ ലൈൻ which are at a distance of 6 units from the point R 1, 2, 3. If the centroid of the triangle PQR is alpha, beta, gamma, then alpha square plus beta square plus gamma square. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 3Dയിലത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈനിന്റെ മുകളിലെ ഏതോ രണ്ട് പോയിന്റ് ആണ് പിയും ക്യൂ. നമുക്കൊരു ലൈനിന്റെ മുകളിലെ ജനറൽ പോയിന്റ് എഴുതാൻ പറ്റും. അപ്പൊ അതിനെ എങ്ങനെ നോക്കാം? given line is x plus 3 by 8 equal to y minus 4 by 8 equal to z plus 1 by 2. ഇത് 2 ആയിരുന്നു കേട്ടോ, 8 അല്ല, 2 ആണ്. y minus 4 by 2 നോക്കാം. x plus 3 by 8 equal to y minus 4 by 2 equal to z plus 1 by 2. ഇതാണ് ലൈൻ. അപ്പൊ നമുക്കിതിനെ ഒരു ലാംഡയായിട്ട് പറയുകയാണെങ്കിൽ സേ എന്നാണ് എഴുതിയത്. ലാംഡ ഈക്വൽ ടു ലാംഡയായിട്ട് എടുത്താൽ എനി പോയിന്റ് P on this line is, ഇവിടുത്തെ എക്സ്, ഇവിടുന്ന് വൈ, ഇവിടുന്ന് സെറ്റ്, ലാംഡയായിട്ട് കണക്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് എഴുതും? P equal to 8 lambda minus 3. y എങ്ങനെ വരും? 2 lambda plus 4. z എങ്ങനെ വരും? 2 lambda minus 1. അങ്ങനെയാണ് വരിക. 8 lambda minus 3, 2 lambda plus 4 and 2 lambda minus 1. അപ്പൊ നോക്കാം, നമുക്ക് ഈ ലൈനിന്റെ മുകളിൽ രണ്ട് പോയിന്റ്, അതിൽ പി ഇങ്ങനെ എടുക്കാം. എന്നാൽ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആർ? 1, 2, 3. മറ്റൊരു ഇൻഫർമേഷൻ, വിച്ച് ആർ അറ്റ് ഡിസ്റ്റൻസ് 6 യൂണിറ്റ്സ് ഫ്രം. ഓഹോ, അപ്പൊ പി ആറിന്റെ ലെങ്ത്തും ക്യു ആറിന്റെ ലെങ്ത്തും 6 ആണ്. അപ്പൊ നമുക്ക് ഈ പി എ നമുക്ക് 8 lambda minus 3, 2 lambda plus 4, 2 lambda minus 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല 6 കൊടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് 6 ആയിരിക്കും. അപ്പൊ നോക്കിയേ, പി ആർ സ്ക്വയർ ആരായിരിക്കും? 36 ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് 8 lambda minus 4 whole square ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്, പ്ലസ് 2 lambda plus 2 whole square. എങ്ങനെ പ്ലസ് 2 എന്ന്? 2 lambda plus 4 minus 2 whole square, 2 lambda minus 1 minus 3, that means 2 lambda minus 4 whole square equal to 36. ക്ലിയർ ആണല്ലോ? അത് എക്സ്പാൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. I think the quadratic equation in lambda will be on expansion. However, it is like 72 lambda square minus 72 lambda equal to 0. What you get is lambda square. You can have lambda into 72 can be cancelled. What you get is again lambda into lambda minus 1 equal to 0, lambda equal to 0, lambda equal to 1. രണ്ട് വാല്യൂ കിട്ടുന്നു. ആ രണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ രണ്ട് പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് 8 lambda minus 3, 2 lambda plus 4 നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഈ പി തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പി ഈക്വൽ ടു ലാംഡയ്ക്ക് 0 കൊടുത്തേ. 0 കൊടുത്തു കഴിഞ്ഞാൽ what you get is -3, 4, -1. കറക്റ്റ്. പി -3, 4, -1 കിട്ടും. ഇതിനകത്ത് ലാംഡയ്ക്ക് 1 കൊടുത്താൽ 5, 6, 1 ആര് കിട്ടും? 5, 6, 1 ക്യൂവും കിട്ടും. ഇത്രയും പണിയുള്ളൂ.
ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് നമുക്ക് അറിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3 കോമ y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3 കോമ z1 പ്ലസ് z2 പ്ലസ് z3 ബൈ 3 ആയിരിക്കും അതിന്റെ സെൻട്രോയിഡ് അല്ലേ ചോദിച്ചത്? അതെ, സെൻട്രോയിഡ് കിട്ടി. അപ്പൊ ഈ സെൻട്രോയിഡ് കിട്ടാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കോളൂ, വേണമെങ്കിൽ ഇവിടുത്തെ വീണ്ടും ആ കോർഡിനേറ്റ്സ് ഇവിടേക്ക് മാറ്റി എഴുതാണ് ഞാൻ. -3 4 -1 -3 4 -1 p q 5 6 1 r 1 2 3. therefore സെൻട്രോയിഡ് ആൽഫ ബീറ്റ ഗാമ. പക്ഷെ നമുക്ക് എത്ര കിട്ടുന്നത്? 5 - 3 5 + 1 6 - 3. what we get is 3/3 1 അല്ലേ? 5 + 1 6 - 3 3 3/3 1. അടുത്ത് 4 + 6 + 2 by 3. what you get is 4 1. so what are the values? alpha equal to 1, beta equal to 4, gamma equal to 1. എന്ത് കണ്ടുപിടിക്കണം? squaring and summing. what you get is 2 plus 16 plus 2. oh, your answer is no. alpha square plus beta square. yes, it is 1 1. how can we get 2? I'm sorry, it is 1 1 again, because alpha and 1 beta gamma are 1. 1 plus 16 plus 1 you get 80. ഇപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ലൈൻ എടുക്കുക. ഈ ലൈനിന്റെ മുകളിലെ എനി പോയിന്റ് എങ്ങനെ എടുക്കാം? 8 ലാംഡ - 3 2 ലാംഡ + 4 2 ലാംഡ - 1. അപ്പൊ അത് പി ആയിട്ട് അസ്യൂം ചെയ്യാം. ആർ ഇവിടെ 1 2 3 ഓൾറെഡി തന്നിട്ടുണ്ട്. മാത്രമല്ല പി ആറിന്റെ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ 36. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചു, ലാംഡയുടെ ക്വാഡ്രാറ്റിക് കിട്ടി. ലാംഡയുടെ 2 വാല്യൂ 0 ഉം 1 ഉം. അപ്പൊ ലാംഡ 0 ആവുന്ന ഒരു പോയിന്റും ഇത് ലൈനിന്റെ മുകളിൽ വരാം, ലാംഡ 1 ആവുന്ന പോയിന്റ് ഇതിന് മുകളിൽ വരാം. അങ്ങനെയാണ് നമ്മൾ 2 പോയിന്റ് ലഭിക്കുന്നത്, പിയും ക്യൂ, ലാംഡയുടെ 2 വാല്യൂസിന്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിളിന്റെ 3Dയിലാണ് വരുന്നത്. ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് കിട്ടി. 3 വെർട്ടിസസ് കിട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ദ വെർട്ടിസസ് x coordinates by 3, sum of y coordinates by 3, sum of z coordinates by 3 എന്ന് പറയുന്ന 3 കോർഡിനേറ്റ്സ് ആണ് അതിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ്. x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. സെൻട്രോയിഡായ ആൽഫ ബീറ്റ ഗാമ എന്ന് അവർ പറയുന്നു. അത് 1 4 1 ആണെങ്കിൽ സം ഓഫ് ദി സ്ക്വയേഴ്സ് 18 ആയിട്ട് വരുന്നു. 18. ഓപ്ഷൻ 3 is the answer. It's very simple question. 3Dയിൽ നിന്നുള്ള ഒരു പ്രോബ്ലം. എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്തെ ഒരു ജനറൽ പോയിന്റ് എഴുതുന്നു, കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, പോയിന്റ് സോൾവ് ചെയ്യുന്നു. ഇവിടെ പോയിന്റ്സ് സോൾവ് ചെയ്യുന്നു, 2 പോയിന്റ്സ്. അപ്പൊ അതൊരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സെൻട്രോയിഡ് ആൽഫ ബീറ്റ ഗാമയിൽ തന്നിരിക്കുന്നു. നമുക്ക് സെൻട്രോയിഡ് കോൺസ്റ്റന്റ് വാല്യൂസിൽ കിട്ടുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആൽഫ ബീറ്റ ഗാമ കിട്ടുന്നു. അവർ ആവശ്യപ്പെട്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് എന്താണ്? ഗാമ സ്ക്വയർ. സം ഓഫ് സ്ക്വയേഴ്സ് will be 80. Option 3 is the answer. It's a very simple question.